പാകിസ്ഥാൻ മാധ്യമമാണ് ഡോൺ എന്ന് പറയുന്ന മാധ്യമം. ഈ ഡോൺ എന്ന് പറയുന്ന മാധ്യമമാണ് ഇവിടെയുള്ള സുഡാപ്പികൾ ഫാക്ട് ചെക്കിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത്. അതായത് 1500 പട്ടാളക്കാർ പാകിസ്ഥാൻ പട്ടാളത്തിൽ നിന്നും രാജിവെച്ചു എന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ ഡോൺ പത്രം പറയുന്നു ഇതാ അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഇത് വ്യാജ വാർത്തയാണ്. ഈ ഡോൺ പത്രം പറയുന്ന വാർത്തയാണ് ഇവിടെയുള്ള സുഡാപ്പികൾക്ക് വേദവാക്യം എന്ന് പറയുന്നത്. ഇതേ ഡോൺ പത്രം ഒരു വാർത്ത കൂടെ അടിച്ചിട്ടുണ്ട്, നല്ല കോമഡിയാണ്, നമുക്ക് കുറച്ചു നേരം ചിരിക്കാം. PAF ജെറ്റുകൾ ആക്രമിച്ചതിനെ തുടർന്ന് കശ്മീരിന് മുകളിൽ പെട്രോളിംഗ് നടത്തിയ ഇന്ത്യൻ റഫേൽ വിമാനങ്ങൾ പിൻവാങ്ങി എന്നാണ് പറയുന്നത്. അതായത് പാകിസ്ഥാന്റെ വിമാനങ്ങൾ തിരിച്ചടിക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് കശ്മീരിന്റെ മുകളിൽ പെട്രോളിംഗ് നടത്തിയ ഇന്ത്യയുടെ വിമാനങ്ങൾ, അതും റഫേൽ വിമാനങ്ങളാണെന്ന് ആലോചിക്കണം. റഫേൽ വിമാനങ്ങളുടെ 7 അയലത്തെത്താൻ സാധിക്കുന്ന ഒരു വിമാനം പോലും പാകിസ്ഥാനിൽ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. F-16 എന്ന് പറയുന്ന ഒരു വിമാനമുണ്ട്, പിന്നെ ചൈന കൊടുത്ത കുറച്ച് പഴകിയ വിമാനങ്ങളും പാകിസ്ഥാന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്തയാണ് പാകിസ്ഥാൻ ഇപ്പോൾ പുറത്തുവിടുന്നത്, ഡോൺ എന്ന് പറയുന്ന മാധ്യമം ഇപ്പോൾ പുറത്തുവിടുന്നത്. എന്തുകൊണ്ട് സുഡാപ്പികൾ ഈ വാർത്ത ഏറ്റെടുത്ത് ആഘോഷിക്കുന്നില്ല എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കണമല്ലോ. എന്തായാലും പാകിസ്ഥാൻ വ്യോമസേന PAF ജെറ്റുകൾ ആക്രമിച്ചതിനെ തുടർന്ന് അധിനിവേശ കശ്മീരിന് മുകളിലൂടെ പെട്രോളിംഗ് നടത്തിയിരുന്ന ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ ഓടിപ്പോകാൻ നിർബന്ധിതരായതായി സംസ്ഥാന മാധ്യമങ്ങൾ ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തു എന്നാണ് ഡോൺ എന്ന് പറയുന്ന പാകിസ്ഥാനി മാധ്യമങ്ങൾ, അതായത് പാകിസ്ഥാനിലെ മീഡിയ വൺ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിച്ചു എന്നുള്ള നല്ല കോമഡി വാർത്തയാണ് ഈ ഡോൺ അടിച്ചു വിട്ടിരിക്കുന്നത്. അക്രമകാരികൾക്ക് അതിർത്തി കടന്നുള്ള ബന്ധമുണ്ടെന്ന് ഇന്ത്യ തെളിവുകളൊന്നും നൽകാതെ സൂചന നൽകിയിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വം തങ്ങളുടെ പങ്കിനെ ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. സംഭവം നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പാകിസ്ഥാൻ തങ്ങളുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തണമെന്നും ഇന്ത്യയുടെ ഏത് കടന്നുകയറ്റത്തെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണെന്നും പറഞ്ഞപ്പോൾ മറുവശത്ത് പഹൽഗാം ആക്രമണത്തിൽ നടപടിയെടുക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സൈനികർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഡോൺ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും സുഡാപ്പികൾക്ക് നല്ല സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്, മനസ്സിലെങ്കിലും സന്തോഷിച്ചാട്ടെ. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.